ഹലോ മൈ ഡിയേഴ്സ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്താലോ എന്ന്. പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ. പലപ്പോഴും എല്ലാവർക്കും ഒരു ഭയമാണ്. കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല തട്ടിപ്പുകളുടെയും പിന്നിൽ ഷെയർ മാർക്കറ്റ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതായത് ഈ നാട്ടിൽ നടക്കുന്ന എന്തു തരത്തിലുള്ള തട്ടിപ്പിന് വേണ്ടി പണം സ്വരൂപിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് പറയുന്നത്, ഈ തട്ടിപ്പുകാർ പറയുന്ന പേരെന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് എന്നാണ്. ബിസെയർ തട്ടിപ്പായിക്കോട്ടെ, മണി ചെയിൻ ആയിക്കോട്ടെ, ഹൈറിച്ച് ആയിക്കോട്ടെ, അങ്ങനെ എന്തു തരത്തിലുള്ള ഇനി കുറി പൊളിഞ്ഞാലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നിധി ലിമിറ്റഡിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെ കാര്യം പറഞ്ഞാലും ഇതിനൊക്കെ പറയുന്ന ഒരു ഒരു ന്യായീകരണം എന്ന് പറയുന്നത് പലപ്പോഴും ഷെയർ മാർക്കറ്റ് ചെയ്ത് പണം നഷ്ടപ്പെട്ടു എന്നാണ് ഈ സാധാരണക്കാരായ മനുഷ്യരോട് പലപ്പോഴും പല ആളുകളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഷെയർ മാർക്കറ്റ് എന്താണെന്ന കാര്യത്തിൽ പല ആളുകളുടെയും വളരെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും കൃത്യമായൊരു ധാരണ ഷെയർ മാർക്കറ്റിനെ കുറിച്ചില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എന്നെ PGക്ക് പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു. ആ സാറിന് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ചർച്ച വന്നു. അങ്ങനെ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറയുന്നത്, സാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്ന് സാർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് ആളുകളെ കൊണ്ടൊക്കെ ഞാൻ ഷെയർ ട്രേഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. ഒരുപക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനേക്കാളും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത പല ആളുകൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ കഴിവായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടെ കഴിവ്. ഞാൻ പറഞ്ഞു തരുന്നത് തുടക്കം മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. പിന്നീട് ചെയ്ത് ചിലപ്പോഴൊക്കെ അവരതിനേക്കാൾ നമ്മൾ പറയുന്നതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളായി, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നവരായിട്ട് മാറും. ചിലപ്പോൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരാകും. അങ്ങനെ പലതരത്തിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആളുകളായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ട്രേഡിങ് പറഞ്ഞു കൊടുത്ത് അവൻ നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ ഇടിവിൽ ഷെയർ മാർക്കറ്റ് മൊത്തമായി താഴേക്ക് നെടിയുണ്ടായി. അടുത്ത ദിവസം തന്നെ അത് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഞാനൊരു 10,000 രൂപ 15,000 രൂപയ്ക്കാണ് ഞാൻ അന്ന് ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. പക്ഷേ എൻ്റെ സുഹൃത്ത്, ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ സുഹൃത്ത് അന്നത്തെ ദിവസം മാത്രം 45,000 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത ഒരാൾ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളിനേക്കാളും ഈ വിഷയത്തിൽ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ താല്പര്യവും ട്രേഡ് ചെയ്യാനുള്ള ഒരു അറിവും അതിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാനും അതിൻ്റെ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുള്ള കഴിവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, ഏതെങ്കിലും ചെറിയൊരു വരുമാനത്തിൽ നിന്നായാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും വിചാരിക്കും ലക്ഷങ്ങളും കോടികളും ഇട്ടിട്ടൊന്നല്ല ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. കേവലം ഒരു 5,000 രൂപയോ അല്ലെങ്കിൽ ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള പണമൊക്കെ ഇട്ടാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത്. മണപ്പുറം ഫിനാൻസ് IPO ഇഷ്യൂ ചെയ്ത ശേഷമാണ് മണപ്പുറം ഫിനാൻസ് ഇത്രയും വളർന്നിട്ടുള്ളതെന്ന് പലപ്പോഴും നന്ദകുമാർ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പഠിപ്പിച്ച ടീച്ചർമാരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മണപ്പുറത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ. ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു ചെറിയ സ്ഥാപനം വളർന്നു വലുതായതിൻ്റെ കഥകളും, അന്ന് ചെറിയ രൂപയ്ക്ക് പലപ്പോഴും പൈസ ഇൻവെസ്റ്റ് ചെയ്ത, ഷെയർ വാങ്ങി പിന്നീട് അത് ശ്രദ്ധിക്കാതെ പോയി, പിന്നീട് അത് നോക്കുമ്പോൾ കോടികളായ ലക്ഷങ്ങളായി ജീവിതം പച്ചപിടിച്ച ആളുകളുടെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് എൻ്റെ വീടുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും. അത് ചെറിയ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നായാലും നമുക്കത് സാധിക്കും. അത് നമുക്ക്
എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളും എങ്ങനെയാണ് ഷെയർ ട്രേഡ് ചെയ്യുന്നതും ഒരു തുടക്കക്കാരൻ എങ്ങനെയാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിലൂടെയാണ് അത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഷെയർ ട്രേഡുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം.